എല്ലാവർക്കും നമസ്കാരം. പെർഫെക്റ്റ് എക്വിറ്റിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലത ബിജു, സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൗമാരപ്രായക്കാരെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചുമാണ്. നമ്മുടെ വീടുകളിലെല്ലാം ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ആയ കുട്ടികളുണ്ടെങ്കിൽ ആ ഒരു സമയമായി കഴിഞ്ഞാൽ എല്ലാ മാതാപിതാക്കൾക്കും ഉള്ളൊരു ടെൻഷനാണ്. മകനായാലും മകളായാലും അവൻ വലുതാവാൻ പോവുകയാണ്, വലുതായി, ഇനിയിപ്പോൾ അവൻ്റെ സ്വഭാവത്തിലെല്ലാം മാറ്റം വരുമോ, അവൻ്റെ കൂട്ടുകെട്ടുകളെല്ലാം മാറുമോ, മോശമായൊരവസ്ഥയിലേക്ക് മാറുമോ, ഇങ്ങനെ പലതരം ചിന്തകൾ ഒരു പാരൻ്റ് എന്ന നിലയിൽ നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും. സ്കൂളിൽ പോയാലോ പുറത്ത് വേറെ ഏതെങ്കിലും ഒരു ഷോപ്പിലേക്ക് എവിടേക്ക് പോയാലും നമുക്കിങ്ങനെ പലതരം ചിന്തകൾ വരും. മോശമായ കൂട്ടുകെട്ടുകളിലേക്ക് പോവുമോ, അല്ലെങ്കിൽ അവനിപ്പോൾ പഠന കാര്യങ്ങളിലല്ലേ ശ്രദ്ധ, അങ്ങനെ കുറേ സ്ട്രെസ്സുകൾ പാരൻസിന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് ഒരു നല്ലൊരു പാരൻറ്റിന് എപ്പോഴും അത് വരണം, അപ്പോഴാണ് നമ്മളൊരു നല്ല പാരൻ്റ് ആവുള്ളൂ. പക്ഷെ നമ്മുടെ ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം അവരുടെ മേലിൽ നമ്മൾ ഒരു ആങ്കറായിട്ടാണ് ചിലപ്പോൾ കാണിക്കാറ്. നമ്മളപ്പോൾ രാവിലെ ഇവർ എഴുന്നേൽക്കാനായിട്ട് വൈകുമ്പോഴോ, അല്ലെങ്കിൽ പഠന കാര്യങ്ങൾ ഇരിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങളിൽ അവർ വല്ലാതെ ലാഗ് ചെയ്തിട്ട് സമയത്തിനൊന്നും കഴിക്കാതെയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥ വരുമ്പോഴേക്കും നമ്മൾ അതിന് വളരെ മോശമായി അവരോട് പ്രതികരിക്കും. മാത്രമല്ല, നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ തന്നെ ഫ്രണ്ട്സുകളുടെ ഇടയിലുള്ള മറ്റു കുട്ടികളായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് അവരുടെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക, അവർക്ക് ഓൾറെഡി ഉള്ള ഒരു ദേഷ്യത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ അവരെ എത്തിക്കൊണ്ടേക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പാരൻസിൻ്റെ ഭാഗത്ത് മാത്രമാണ്. നമ്മുടെ സ്ട്രെസ്സ്, പാരൻസിൻ്റെ സ്ട്രെസ്സ് അവർ നല്ലൊരു പൗരനായി, നല്ലൊരു മകനായോ മകളായോ വളർന്നു വന്ന് നല്ലൊരു ജോലിയിൽ ചെന്ന് ചേർന്ന് വിദ്യാഭ്യാസ രംഗത്തും നല്ല രീതിയിൽ ഉയർന്നു വന്ന് നല്ലൊരു ജോലിയിൽ പ്രവേശിക്കണം, നല്ലൊരു ഭാവി ഉണ്ടാവണം എന്നൊക്കെ തന്നെയാണ് എല്ലാ പാരൻസിനും ആഗ്രഹം. പക്ഷെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ ഇവരുടെ മേലിൽ കൂടുതൽ പ്രഷർ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവർ നല്ല രീതിയിലാണോ നമ്മളോട് പ്രതികരിക്കുന്നത്? ഒരിക്കലും ആവില്ല. എന്തുകൊണ്ടാണ്? കാരണം അവർ ഈ സമയത്ത് നമ്മളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഫിസിക്കലി അവർ കുറേ ചേഞ്ചസ് അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 6-7ാം ക്ലാസ്സിലായ ഒരു കുട്ടിക്ക്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, അവരുടെ ഫിസിക്കൽ ആ ഒരു സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഡെവലപ്മെൻറ്റിൻ്റെ മാക്സിമം എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഹെയർ ഗ്രോത്ത് ആയാലും, അല്ലെങ്കിൽ പല പെൺകുട്ടികളാണെങ്കിൽ പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അവർക്ക് മൊത്തം ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൻ്റെ മാക്സിമം എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഹോർമോണൽ ചേഞ്ചസ് ശരീരത്തിലുണ്ടാവും. ഹോർമോണൽ ചേഞ്ചസ് അവരുടെ ഇമോഷൻസിനെ ബാധിക്കും. ഇതെല്ലാം ഓരോ കുട്ടിക്കും വ്യത്യസ്തമായിരിക്കും. ചില കുട്ടികളിൽ അത് വല്ലാതെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അവരുടെ ബിഹേവിയറിൽ മാറ്റം വരില്ല, നല്ല ബിഹേവിയർ തന്നെ അവർ തുടർന്നു കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണ കാര്യങ്ങളോ വേറൊന്നും അവർ എഴുന്നേൽക്കാനോ ഒന്നും ബുദ്ധിമുട്ടില്ലാതെ നോർമലായി തന്നെ ചിലപ്പോൾ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻഡിവിജ്വൽ. ആ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ശാരീരികമായിട്ടുള്ള അവസ്ഥയും ഇമോഷണൽ അവസ്ഥയും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ചില കുട്ടികൾ അങ്ങനെയാവില്ല. ഒരു 80% കുട്ടികളും ഈ സമയത്ത് സ്വഭാവത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവാം. അത് കുറേ കാരണങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ കുറേ കാരണങ്ങളുണ്ട്. അവർ ഈ ഫിസിക്കൽ ചേഞ്ചസ് തന്നെ ചിലർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ ചിലപ്പോൾ അവർ ആ ഫിസിക്കൽ സ്റ്റേജിലുള്ള മാറ്റം അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അല്ലെങ്കിൽ അവർ വേറൊരു വലിയ കുട്ടിയാവുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ആയി എന്നുള്ള തോന്നലുകൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. മാത്രമല്ല, ഈ സമയത്ത് ചിലർക്ക് ഭയങ്കരമായിട്ട് സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ പറയും, ഇവൻ കുളിക്കുന്നില്ല, അല്ലെങ്കിൽ ഇവനെ അടുത്ത് വരുമ്പോൾ മണക്കണു, അങ്ങനെയൊക്കെ പറയുന്നത് അവൻ കുളിക്കാനിട്ടോ വൃത്തിയില്ലാഞ്ഞിട്ടോ ഒന്നും ആവില്ല. ചിലപ്പോൾ കുറച്ച് സ്ലോ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യുന്നുണ്ടാവില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റുടനെ തന്നെ കുളിക്കുന്നുണ്ടാവില്ല. ഇതെല്ലാം അവരുടെ ഫിസിക്കൽ ഉള്ള ചേഞ്ചസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇമോഷണൽ ചേഞ്ചസ് കൊണ്ടാണ്, അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അത് വിചാരിച്ച് ഇവരിങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്ന് വിചാരിച്ച് ഇവർ പറയുന്ന എല്ലാം നമ്മൾ ചെയ്തു കൊടുത്തൊരു പെർമസീവ് പാരൻ്റ് ആവണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർക്ക് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ട് എന്ന് ഉൾക്കൊണ്ട് വേണം നമ്മൾ അവരോട് ഓരോ കാര്യങ്ങളും പറയാൻ. നമ്മളൊരു കമ്പാരിസൺ ഒരിക്കലും വേറൊരു കുട്ടിയായിട്ട് ചെയ്യരുത്. അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവുക. ഇപ്പം മാർക്കിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ കാര്യമായാലും അപ്പുറത്തെ വീട്ടിലെ ഒരു കുട്ടിയുമായി താരതമ്യം ചെയ്ത് അവൻ അത്രയും മാർക്ക് വാങ്ങി, അല്ലെങ്കിൽ അവൻ കണ്ടില്ലേ അവനും ഈ പ്രായമല്ലേ, അവൻ അങ്ങനെയല്ലേ പെരുമാറുന്ന എന്നൊരു കാര്യങ്ങൾ നമ്മൾ ഈ കുട്ടികളുടെ അടുത്ത് പറയാതിരിക്കുക. കാരണം അവർക്ക് ഏറ്റവും ദേഷ്യം കമ്പയർ ചെയ്യുന്നതാണ്. അവർ ആസ് എ ഇൻഡിവിജ്വൽ അവർക്കൊരു ഐഡൻറ്റിറ്റി വരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്നുള്ള അവരുടെ ഒരു ഈഗോ അവിടെ ഉണ്ടാവും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ എന്നെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണം എന്നൊക്കെ ചിന്ത ഈ കുട്ടിയുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ ഇവർക്ക് ചില കുട്ടികളിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അതൊക്കെ ഈ സ്റ്റേജിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. ആ ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പറയും, ഇവനെന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഇങ്ങനെയൊന്നുമല്ലല്ലോ ആ പ്രായത്തിലുള്ള മറ്റേ കുട്ടി, ഇവനെന്താ ഇങ്ങനെ ദേഷ്യം, ഇവനെന്താ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇവൻ അച്ഛനമ്മമാരെ എതിർത്തിട്ടാണ് സംസാരിക്കുന്നത്, ഇവൻ ശരിയായ രീതിയിലല്ല ഇവൻ്റെ പോക്ക് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നില്ല. ഇവരുടെ മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ പ്രശ്നങ്ങൾ നമ്മൾ അറിയുന്നില്ല. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ആസ് എ പാരൻറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഒരുവിധം പാരൻസിനൊക്കെ ഈ കാര്യങ്ങളെല്ലാം ഒരുപാട് കൗൺസിലിങ്ങും അതും ഇതൊക്കെ, അല്ലെങ്കിൽ ടി വിസിലായാലും മീഡിയാസിലായാലും ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം വന്നിട്ട് നമുക്ക് അറിയുന്നുണ്ടാവും. ഈ സമയത്ത് ഇന്ന പ്രോബ്ലംസ് കുട്ടികൾക്കുണ്ടാവും. ആങ്കർ കൂടുതലായിരിക്കും, ഇമോഷണൽ സ്റ്റേജ് ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ശാരീരികമായ പ്രശ്നങ്ങൾ, പിമ്പിൾസൊക്കെ വരുന്ന ടൈമാണ്. അപ്പോൾ ഗേൾസിനായാലും ബോയ്സിനായാലും അവർക്ക് അവരുടെ മുഖത്ത് പിമ്പിൾസ് വരണം, അല്ലെങ്കിൽ അവരുടെ മുഖം അങ്ങനെ ഭംഗിയില്ലാതെ ആവുമോ. ചിലർക്ക് അങ്ങനത്തെ പ്രശ്നമായിരിക്കും. എൻ്റെ മുഖം അയ്യോ, എൻ്റെ മുഖത്ത് ഒപ്പമുള്ള കുട്ടിയുടെ മുഖത്ത് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. അത് ഞാൻ പറഞ്ഞില്ലേ, ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഈ പിമ്പിൾസ് എല്ലാം വരുന്നത്. ഓയിലി അല്ലെങ്കിൽ ഫേസ് അല്ലെങ്കിൽ ഡ്രൈ ഫേസ് അങ്ങനെയൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അയ്യോ അവളുടെ മുഖത്തൊന്നുമില്ല, എൻ്റെ മുഖത്തെല്ലാം കുരുവായി, എൻ്റെ മുഖം ഭംഗിയില്ല. അതിങ്ങനെ കുറേ ഇതൊക്കെ നമുക്ക് നിസ്സാരമായിരിക്കും. പാരൻസോ ഇതൊക്കെ ഇപ്പോൾ ഇത്ര വലിയ പ്രശ്നമാണോ, ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വന്നിരിക്കുന്നത്? നോ, അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ അവരുടെ ചില ആഗ്രഹങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹമാണ്. അവർക്ക് ചില ഡ്രസ്സുകളാവട്ടെ, അവർക്ക് അങ്ങനെയൊക്കെ ഇട്ട് നടക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പം നമ്മൾ പറയും അങ്ങനത്തെ ഡ്രസ്സൊന്നും വാങ്ങണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇടണ്ട. അത് മാന്യമായൊരു ഡ്രസ്സാണ്, അല്ലെങ്കിൽ അത് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണെങ്കിൽ നമുക്ക് കഴിയുമെങ്കിൽ അത് വാങ്ങിക്കൊടുക്കുക. ആ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. അതുകൊണ്ട് നമ്മൾ അവർ പറഞ്ഞതൊക്കെ ചെയ്തു എന്നുള്ളൊരു ഈഗോ നമുക്ക് വരേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴാണ് അവർ പറയുന്നതൊക്കെ അനുസരിച്ച് മുന്നിലേക്ക് പോവുക, അവർ നമ്മളോട് കുറേ നുണകൾ പറയാൻ തുടങ്ങി, ആ നുണകളെല്ലാം നമ്മൾ വിശ്വസിച്ച് മുന്നിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ പ്രശ്നത്തിലേക്ക് പോകുന്നത്. ആ നുണകൾ അവർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് ശരിയാണ്, നമ്മളെല്ലാം വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്തവരുണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് ജോലികൾ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. ഇതിനിടയിൽ ഇവർ കോളേജിലായാലും അല്ലെങ്കിൽ സ്കൂളിലായാലും പോയി വന്നു കഴിഞ്ഞാൽ എത്ര പേര് ഈ കുട്ടി അല്ലെങ്കിൽ കൗമാരപ്രായത്തിലുള്ള ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കൂടെ എത്ര പേര് കുറച്ച് സമയം അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി ചിലവാക്കുന്നുണ്ട്. നമ്മളുടെ സമയം നമുക്ക് വിലപ്പെട്ടതായിരിക്കാം, പക്ഷെ അതിനേക്കാൾ വിലപ്പെട്ടതാണ് നമ്മുടെ മക്കൾ. അപ്പോൾ അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. ആദ്യം ലിസൺ ഫസ്റ്റ് ദെൻ ടോക്ക് എന്നാണ്. അത് ഏത് കാര്യത്തിലും അങ്ങനെയാണ്. നമ്മളെപ്പോഴും മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ പറയുക. നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ ആരും കേൾക്കില്ല. അവർ പറയുന്നത് നമ്മൾ കേട്ടതിന് ശേഷം നമ്മൾ പറയുമ്പോൾ അവർ നമ്മൾ പറയുന്നത് കേൾക്കും. അപ്പോൾ ഈ കുട്ടികൾ അവർക്ക് പറയാനുള്ളത് ചെറുപ്പം മുതലേ നമ്മൾ ആ ഒരു ശീലം കൊണ്ടുവരണം. കുട്ടികളുടെ ഇടയിൽ അവർക്ക് പറയാനുള്ള, ചെറിയ കുട്ടികളില്ലേ, അവർ സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ വന്ന് പറയും. അപ്പോൾ ചില അമ്മമാർ ഇതൊക്കെ എന്തിനാണ് അവിടെ വന്ന് പറയുന്നത്, എനിക്ക് ഒരുപാട് തിരക്കും കാര്യങ്ങളുണ്ട്, നീ പോയിക്കാ എന്ന് പറയുന്നതിന് പകരം അവർ പറയുന്നതെല്ലാം കേൾക്കണം. അവർ എല്ലാ ദിവസവും വന്ന് പറയുന്നത് കേൾക്കണം. അങ്ങനെ വലുതാവും തോറും അവരെല്ലാ കാര്യങ്ങളും നമ്മളൊരു ഫ്രണ്ടിനെ പോലെ നമ്മളുടെ അടുത്ത് എന്തും തുറന്ന് പറയാം എന്നൊരു ആക്സസ് അവിടെ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതാണ്
ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളുടെ അടുത്ത് നിന്ന് മക്കൾ പിരിഞ്ഞ് അല്ലെങ്കിൽ വേറൊരു അവസ്ഥയിലേക്ക് മോശമായ കൂട്ടുകെട്ടുകളിലേക്കോ അല്ലെങ്കിൽ ഡ്രഗ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പെൺകുട്ടികളാണെങ്കിൽ ഒരു വേണ്ടാത്തൊരു ലവ് അഫെയറിൽ ചെന്ന് പെടുക, അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല. എഫെക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, എവിടെയാണോ എഫെക്ഷൻ, ആ എഫെക്ഷൻ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പുറത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ ഒരമ്മയോ അല്ലെങ്കിൽ അച്ഛനോ തൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ കേൾക്കാൻ റെഡിയാണെങ്കിൽ അവരൊരിക്കലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവില്ല. അവർ ഈ പറയുന്ന ഇവരുടെ ഈ ഇമോഷണൽ സ്റ്റേജ് തന്നെ അവർക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. അവർ ഹൈ ദേഷ്യം വന്ന് നിൽക്കുന്ന സമയത്ത് അവരെ തണുപ്പിച്ച്, നിനക്ക് എന്താ വേണ്ടത്, നിനക്ക് എന്താ പ്രശ്നം, നിനക്ക് ഈ ഭക്ഷണം ഇഷ്ടമായില്ലേ, നിനക്ക് എന്താ ഇപ്പോൾ വേണ്ടത്, അത് നമുക്ക് പറ്റുമെങ്കിൽ ആ സമയത്ത് ചെയ്യാൻ പറ്റും. ചെയ്തു കൊടുത്തുകൊണ്ട് എന്താ കുഴപ്പം, നമ്മുടെ മക്കളല്ലേ. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ നമ്മൾ കൂടെ നിൽക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവരെ എന്നും കേൾക്കുമ്പോൾ, ഇവർ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ, അതിൽ ചില സ്ഥലത്തേക്ക് ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ പോകണ്ടെന്ന് പറയും, അല്ലെങ്കിൽ ചില നിർബന്ധമായിട്ടും അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാനേ പാടില്ല എന്ന് പറയുമ്പോൾ ആ സന്ദർഭത്തിൽ കുട്ടി എന്ത് ചെയ്യിച്ചാൽ പിന്നെ ആ കാര്യങ്ങൾ പറയാതെയോ പിന്നെയാണ് അവിടെ നുണ പറയാൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഇത്തരം കാര്യങ്ങളൊന്നും അമ്മടുത്ത് അച്ഛൻ്റെ അടുത്തും പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് ഞാനിതൊന്നും പറയണ്ട, ഞാനത് പറയാതെ കണ്ട് കോളേജിലേക്കാണ് എന്നും പറഞ്ഞു പോയിട്ട് അല്ലെങ്കിൽ സ്കൂളിലേക്കാണ് എന്നും പറഞ്ഞു പോയിട്ട് അവൻ്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളും സാധിക്കാൻ തുടങ്ങും. നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ അടുത്ത് ഇഷ്ടംമാതിരി എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം നമുക്ക് കുറേ അത്തരം കാര്യങ്ങൾ അവരുടെ മുമ്പിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കാര്യങ്ങൾ ഇന്ന ആൾക്കാരുടെ അടുത്ത് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതിൽ ശരി ഏതെന്ന് നമുക്ക് അവരെ കൊണ്ട് തന്നെ തിരുത്തി അവർ തന്നെ നമ്മളോട് പറയും, ഓ അങ്ങനെ ചെയ്താൽ അങ്ങനെ പ്രശ്നം, അത് ചെയ്യണ്ട, ഇതിങ്ങനെ പോയാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദേ ദംസെൽസ് വിൽ ടെൽ അസ്. അങ്ങനെ അവർ പോവില്ല, അവരല്ലെങ്കിൽ ആ സന്ദർഭം അവർ ഒഴിവാക്കും. അങ്ങനെ നമ്മൾ തന്നെ ഒരു സൊല്യൂഷനിലേക്ക് അവരെ കൊണ്ട് തന്നെ സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ അതിനുള്ള ഒരു എന്താ പറയുക, ഒരു പാലമിട്ട് കൊടുക്കുക. അപ്പോൾ അവർ തീരുമാനിക്കുക അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ. അങ്ങനെ അതിനുള്ളൊരു ആക്സസ് പാരൻസ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഒരിക്കലും ഒരു ഡ്രങ്കാർഡോ അല്ലെങ്കിൽ ഒരു ഡ്രഗ് അഡിക്റ്റോ അല്ലെങ്കിൽ ഒരു വേണ്ടാത്ത ചില അവസ്ഥകളിൽ പെൺകുട്ടികളൊക്കെ ചെന്ന് ചാടി പ്രശ്നങ്ങളുണ്ടാവും, ഒന്നും ചെയ്യില്ല. ഉറപ്പാണ്, പാരൻസ് കാരണമാണ് ഏതൊരു പ്രശ്നവും ഒരു കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഒരു കുട്ടി ചെറിയ കുട്ടിയായാലും വലിയ കുട്ടിയായാലും അഡോളസൻ്റ് ആയാലും ആരായാലും അവനൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവാനുള്ള ഫസ്റ്റ് കാരണക്കാരൻ പാരൻ്റാണ്. പാരൻറ്റിൻ്റെ ആ ഒരു അപാകത കൊണ്ടോ അല്ലെങ്കിൽ അനാസ്ഥ കൊണ്ടോ ഉണ്ടായിട്ടുള്ളതായിരിക്കാം ആ കുട്ടിയുടെ ആ പ്രശ്നം. പാരൻസ് ആർ ദ ഫസ്റ്റ് കോസ് ഓഫ് ഓൾ ദ പ്രോബ്ലംസ് ഇൻ ദ ചിൽഡ്രൻ എന്നുള്ളതാണ്. അപ്പോൾ ഡെമോക്രാറ്റിക് പാരൻറ്റിങ്ങിലൂടെ നമുക്ക് കുട്ടിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി, അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അവരെ ചേർത്ത് നിർത്തി. ഇപ്പോൾ നമ്മൾ ഒരേ സമയത്ത് തന്നെ ചില പാരൻസ് പറയും, നീ ഇത്ര പോകുന്നില്ലേ, നിനക്ക് എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൂടാ എന്ന് നമ്മൾ പറയും ചില സന്ദർഭത്തിൽ. അതേ പാരൻ്റ് തന്നെ ചിലപ്പോൾ വേറെ സമയത്ത് പറയും, നിനക്ക് ഇത്ര പ്രായമല്ലേ ആയിട്ടുള്ളൂ, എന്നിട്ട് നീ ഈ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കേ, നിനക്കതിനുള്ള സമയമായിട്ടില്ല എന്ന് പറയും. ഒരേ പാരൻ്റ് തന്നെ രണ്ട് സന്ദർഭത്തിൽ ഇത് പറയാണ് കുട്ടിയോട്. കുട്ടിക്ക് ഈ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, അവൻ്റെ ഉള്ളിലൊക്കെ കോൺഫ്ലിക്ട്സ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതാണോ ശരി, ഇതിങ്ങനെയാണോ, ഇങ്ങനെ ആങ്സൈറ്റിയും ഹോർമോണൽ ചേഞ്ച് എല്ലാം വരുന്നുണ്ടാവും. പെൺകുട്ടികൾക്കാണെങ്കിൽ പീരിയഡ്സ് സമയത്തുണ്ടാവുന്ന മറ്റ് പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, അസ്വസ്ഥതകളെല്ലാം ഇതിൻ്റെ ഇടയിലാണ് അവൻ ഈ ഒരു പ്രഷറും കൂടിയും കേൾക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, ആങ്കർ ആവും. നമുക്ക് കൂടുതൽ പ്രഷർ വരുമ്പോൾ നമ്മൾ ബേസ്റ്റ് ഔട്ട് ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ പാരൻ്റ് ഈ കുട്ടിക്ക് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കുട്ടീനെ നമ്മുടെ നോർമലിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരാൾക്ക് ഹാപ്പിനെസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഹാപ്പിനെസ്സിനുണ്ട് കുറേ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ. സെറോട്ടോണിൻ, ഡൊപാമിൻ, അങ്ങനത്തെ ഹോർമോണൽ ഉൽപ്പാദനം നടക്കണമെങ്കിൽ അത്തരം ഇതിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിന് ഇവരുടെ ഈ കുറേയൊക്കെ സ്ട്രെസ്സ് ഇവരുടെ റിലീഫ് ആവാൻ വേണ്ടി അവർക്ക് ഫിസിക്കൽ എക്സസൈസസ്, ഫുട്ബോൾ, പ്ലെയേഴ്സ് ആണെങ്കിൽ അതിന് വിടണം. ഗേൾസ് ആണെന്നുണ്ടെങ്കിലും അത്തരം സ്പോർട്സ് ആക്ടിവിറ്റീസിൽ താല്പര്യമുള്ളവർ അതിലേക്ക് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിടണം. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ അത് കുറച്ച് ദൂരെയാണ് ആ പഠിപ്പിക്കുന്ന സ്ഥലം, വെച്ചാൽ അങ്ങോട്ട് പോയാൽ പ്രശ്നമാവും. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങോട്ട് അവനെ തനിയെ വിടുമ്പോൾ നമ്മൾക്ക് അവനിൽ വിശ്വാസമുണ്ട് എന്നൊരു തത്വം അവൻ മനസ്സിലാക്കുകയാണ്.
അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രീഡം, ഒരുപാടല്ല, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് ആ വേണ്ട ഫ്രീഡം കൊടുക്കണം. അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, അവരുടെ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കുക. അവരെ കേൾക്കുക. എല്ലാ ദിവസവും അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുട്ടിയും, ഐ എം ഷുവർ ദാറ്റ് ഒരു കുട്ടിയും പാരൻസിൻ്റെ ആ ഒരു വിശ്വാസം തകർത്ത് കൊണ്ട് പോവില്ല. എന്നെ ഇത്രയും സ്നേഹിക്കുന്ന, എന്നെ ഇത്രയും കെയർ ചെയ്യുന്ന, എനിക്ക് ഇത്രയും എഫെക്ഷൻ തരുന്ന ഒരു പാരൻറ്റിനോട് ഞാൻ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യരുത് എന്ന ചിന്തയായിരിക്കും ഈ കുട്ടിക്ക് എപ്പോഴും ഉള്ളിലുണ്ടാവുക. അതുകൊണ്ട് പുറത്ത് പോകുമ്പോഴായാലും മറ്റെന്ത് ചെയ്യുകയാണെങ്കിലും കുറേ കണ്ടീഷൻസ് വെക്കാതിരിക്കുക. അവരോട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, രാത്രിയോ കിടക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ, അല്ലെങ്കിൽ എപ്പോഴാണോ ആ സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മളുടെ അനുഭവത്തിൽ കൂടി വന്നതോ നമ്മൾ കണ്ടിട്ടുള്ളതോ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, എക്സാമ്പിൾസ് തുറന്ന് സംസാരിക്കുക. അവൻ മകനല്ലേ, അവൻ മകളല്ലേ, അവൻ്റെ അടുത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നല്ല, അവരുടെ അടുത്താണ് തുറന്ന് സംസാരിക്കേണ്ടത്. അവരിതെല്ലാം അറിയണം. ഇതെല്ലാം അറിഞ്ഞാലാണ് അവർക്ക് തെറ്റും ശരിയും കണ്ടെത്താനുള്ള അവിടെ ആ ഒരു ഇതവർ ഉണ്ടാക്കുള്ളൂ. അവരുടെ മൈൻഡിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ള അവർക്ക് കറക്റ്റായിട്ട് അതിനെ വേർതിരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഉദാഹരണങ്ങൾ, നമ്മൾ കണ്ടിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, നമ്മളുടെ മുന്നിലൂടെ പോയിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഡിസ്കസ് ചെയ്യുക. ആ ഡിസ്കഷനിലൂടെ ഇവരുടെ ബ്രെയിനിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവരത് ക്ലിയർ ചെയ്യും. ഇതാണ് ശരി, ഇതാണ് തെറ്റ്, ഇത്തരം ഇതിൽ പോയാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, അങ്ങനെ അവർ തീരുമാനിക്കും. അതുകൊണ്ട് പാരൻസ് ഏതൊരു അഡോളസെൻറ്റും മോശമായ സിറ്റുവേഷനിലേക്ക് പോയാൽ ഹൂ ഈസ് ദ ആക്ച്വൽ പ്രോബ്ലം ക്രിയേറ്റർ? നോ ഡൗട്ട് ദാറ്റ് പാരൻസ് ആർ ദ പ്രോബ്ലം ക്രിയേറ്റർ. അപ്പോൾ പാരൻസ് ആയിരിക്കണം എപ്പോഴും കുട്ടിയുടെ ഫസ്റ്റ് പ്രിഫറൻസ്. പാരൻസിനോട് ചോദിക്കണം, അല്ലെങ്കിൽ ഇതെനിക്ക് എൻ്റെ അമ്മോട് ഡിസ്കസ് ചെയ്യണം. ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഗേൾസൊക്കെ ഒരു പ്രശ്നമുണ്ട്. അവരുടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, സ്കൂളിലോ കോളേജിലോ അധ്യാപകരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെൻറ്ററിൽ മാഷുടെ ഭാഗത്തുനിന്നോ ഒക്കെ ഉണ്ടായിട്ടുള്ള ചില ബാഡ് ടച്ചസോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ ചിലപ്പോൾ വീട്ടിൽ വന്ന് പറയില്ല. അത് പറയാതെ ഒരു മാക്സിമം ഒരു പ്രശ്നത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ കുട്ടി വന്ന് പറയുന്നത്. അത് പറയാത്തത് എന്തുകൊണ്ടാണ്? ഇത് അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക? കാരണം അത്രയും ദേഷ്യപ്പെടുന്ന അച്ഛനമ്മമാരായിരിക്കും. അപ്പോൾ അത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവണം അവിടെ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമേ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ആവും. അപ്പോൾ എപ്പോഴും അവർക്ക് നമ്മളോട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഹോമിൽ അവരായിട്ട് ഒന്നിച്ചിരിക്കണം, അവരോട് സംസാരിക്കണം. അവരിൽ ഒരാളായിട്ട് നമ്മൾ അവരെ കൊണ്ട് തന്നെ സൊല്യൂഷൻസ് കണ്ടെത്തി അങ്ങനെ നമ്മളൊരു ഡെമോക്രാറ്റിക് പാരൻറ്റിങ്ങിലൂടെ പോയാൽ ഒരു കുട്ടിയും മോശമായ സിറ്റുവേഷനിലേക്കോ അല്ലെങ്കിൽ തെറ്റായ വഴികളിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കും പോവില്ല. പിന്നെ പഠന കാര്യങ്ങളൊക്കെ ഡിപ്പെൻസ്, അത് ഓരോരുത്തരുടെ IQ അല്ലെങ്കിൽ അവരുടെ അത് ലെവൽ പോലെ ഉണ്ടാവും. അത് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അവരെ മാക്സിമം മറ്റ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിക്കുക. അതിന് താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ മ്യൂസിക്കിൽ താല്പര്യം, അല്ലെങ്കിൽ വയലിൻ പഠിക്കുക, അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ചിലർക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടാവും, ടിക്ടോക്ക് പോലത്തെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ പറയുമോ, കണ്ടില്ലേ ഏത് നേരം വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക, പഠിക്കുമെന്നല്ല. നോ, അതവരുടെ ടാലൻ്റാണ്. ലെറ്റ് ദം എക്സിബിറ്റ് ദെയർ ടാലൻസ്. അപ്പം അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നമ്മളെ വിട്ടുപോവില്ല. അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക. അവരുടെ കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അവരുടെ കഴിവാണ് അവർ കാണിക്കുന്നത്. ആ കഴിവുകൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് അവരെ ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ ഒരു പാരൻറ്റിനും ദുഃഖിക്കേണ്ടി വരില്ല. അഡോളസെൻ്റ് ഏജ് ഒരു പ്രോബ്ലമേ അല്ല. നമ്മൾ കുട്ടികളെ കേൾക്കണം, നമ്മളോട് ചേർത്ത് നിർത്തണം. അപ്പോൾ അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് പാരൻറ്റിങ് എല്ലാവരും മുന്നോട്ട് പോകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.